കേന്ദ്രമന്ത്രി പറഞ്ഞ അയാളുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എന്താ പറഞ്ഞത്, മറ്റേ മക്കളെയോ അല്ലേ, മറ്റേ മോനെ എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര BJP മറ്റേ മോന്മാരായി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഈ ബജറ്റെല്ലാം വന്ന സന്ദർഭത്തിൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കൊടിയ വിവേചനമാണ് തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഇന്നലെ ബജറ്റ് പ്രസംഗം നിരീക്ഷിച്ച ഓരോ മലയാളിയും അങ്ങേയറ്റത്തെ നിരാശയോടുകൂടിയാണ് ആ പ്രസംഗം പൂർണ്ണമായും കേട്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തോട് അങ്ങേയറ്റത്തെ പകവീട്ടൽ, അത് കേന്ദ്ര ബജറ്റിൻ്റെ ചരിത്രം ഇന്നോളം എടുത്താൽ ഇന്നേ വരെ ഇത്രമാത്രം ഒരു അവഗണന നമുക്ക് നേടേണ്ടി വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ലോകത്തിലെ വലിയ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള വിവിധ മേഖലകളിൽ പുരോഗതി നേടിയിട്ടുള്ള ഒരിടമാണ്. അത്തരമൊരു സംസ്ഥാനത്തെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കാതെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം തങ്ങൾക്ക് ഒരു MLA പോലും ഇവിടെ ഇല്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചത്. ഇവിടെ റെയിൽവേ കാര്യങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോൾ റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ അതിനാനുപാതികമായി, ഇനിയിപ്പോൾ ആനുപാതികമായല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള കാര്യങ്ങൾ തന്നെ റദ്ദ് ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏത് കാര്യത്തിലാണ് ഇപ്പോൾ കേരളം എയിംസിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഇന്നലെ ഇപ്പോൾ ഏതൊരു BJP വക്താവ് ചാനൽ ചർച്ചയിൽ കൂടി വന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് എയിംസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എയിംസിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ആ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പച്ചക്കള്ളം പറയുകയാണ്. അപ്പോൾ എയിംസ് ഇവിടെ എന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നപ്പോൾ എയിംസ് വരും മക്കളെ എന്നായിരുന്നു കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ ആക്രോശം. കേന്ദ്രമന്ത്രി പറഞ്ഞ അയാളുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എന്താ പറഞ്ഞത്, മറ്റേ മക്കളെയോ അല്ലേ, മറ്റേ മോനെ എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര BJP മറ്റേ മോന്മാരായി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഈ ബജറ്റെല്ലാം വന്ന സന്ദർഭത്തിൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ മറ്റേ മോൻ എന്ന സ്ഥാനം അലങ്കാരമായി കൊണ്ടു നടക്കണോ എന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ ആലോചിക്കണം. നാണക്കേടാണ്. ഇതുപോലെയുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് നാണക്കേടാണ്, ഈ രാജ്യത്തിന് നാണക്കേടാണ്.